നമസ്കാരം, ഞാൻ ജയന്താണ്. DNA. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഈ കള്ളന്മാരെ പിടിക്കാൻ ചാരപ്പണി നടത്തുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് അണ്ണാക്കിൽ കിട്ടിയ ഒരു കഥ, അതാണ് നമ്മുടെ DNA എന്ന് നമുക്ക് ഒറ്റവാക്കി പറയാം. കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. അവരുടെ ലൈഫിൽ ഇതേപോലെ സംഭവിച്ചേക്കാം. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടിയുടെ ശേഷാറൻ ആണ് ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ പുള്ളി മമ്മൂട്ടി ആവാനായിട്ട് ഒരുപാട് നല്ല രീതിക്ക് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല. അതാണ് സംഭവിച്ചത്. നമ്മൾ കണ്ടു മറന്ന പല പല പടങ്ങളുടെ റെഫറൻസുകൾ എടുത്തെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച ഒരു ചിത്രം. നമുക്ക് പല ത്രില്ലിംഗ് ഷോട്ടുകളും കണ്ടാൽ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നാത്ത രീതിക്ക് നമുക്കതിൽ ഇരിക്കാൻ പറ്റും. പല പല ഒരുപാട് കൊലപാതകങ്ങൾ കാണിക്കുന്നുണ്ട്, കൊലപാതകങ്ങൾ ചെയ്യുന്ന രീതികൾ. പക്ഷെ നമുക്കത് കണ്ട് മറന്ന കുറെ ക്ലീഷേ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടൊന്നും ഈ ഒരു പടത്തിലില്ല. പിന്നെ ഈ പടത്തില് ഒരു രണ്ട് മൂന്ന് പാട്ടുണ്ട്. ഒരു പാട്ട് വന്നിട്ട് ഹിന്ദി, ഒരു പാട്ട് വന്നിട്ട് തമിഴ്. എന്തിനാണ് ഇതേപോലെയുള്ള ഒരു മലയാള ചിത്രത്തിൽ ഈ ഒരു മലയാളവും തമിഴ് അല്ല, ഇതേപോലെയുള്ള ഒരു മലയാള ചിത്രത്തിൽ എന്തിനാണ് ഇതേപോലെ ഒരു ഹിന്ദി സോങ്ങും അതേപോലെ തമിഴ് സോങ്ങും എന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ പിന്നെ എന്നെ ഞെട്ടിച്ച ഒരു കേസ് എന്ന് വെച്ചാല്, ഇതിന്റെ ഡയറക്ടറാണ് നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊക്കെ പറയുന്ന പണ്ടത്തെ ഹിറ്റ് മൂവീസ് എടുത്തതെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് ചിരി വന്നു. കാര്യം പഴയ ഡയറക്ടർമാരൊക്കെ ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്ന് നമുക്ക് ഈ ഒരു പടം കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഒരു മേക്കിങ്ങും ക്യാമറയും കാര്യങ്ങളൊക്കെ എല്ലാം ഒക്കെ ഒരു സിനിമാറ്റിക് രീതിക്കാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഒരുപാട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള താരനിര എന്തായാലും ഈ ഒരു പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് അവർക്കൊന്നും ഒരു ഐഡന്റിറ്റിയും കൊടുക്കാത്ത രീതിക്കുള്ള പല പല കഥാപാത്രങ്ങളാണ്. നമ്മുടെ റിയാസ് ഖാനെ ഇപ്പൊ എന്തായാലും അടിച്ചു കയറി നിൽക്കുന്ന റിയാസ് ഖാനെ വരെ കൊണ്ടുപോയി ഊക്കിയിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് എന്തായാലും ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ സാധിച്ചു. ഒരു തവണ പോലും തിയേറ്ററിൽ നിന്ന് കാണണം എന്ന് എന്തായാലും കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. എന്തായാലും ഒരു തവണ പോലും കാണാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം നമ്മൾ കണ്ട് മറന്ന് അല്ലെങ്കിൽ ഇനി കാണണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അതിനെക്കാട്ടി വെറുപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയാണോ പ്രസന്റ് ചെയ്തേക്കുന്നത്, അതാണ് DNA എന്ന് പറയുന്ന മലയാളം മൂവി. മമ്മൂട്ടിയുടെ ശേഷാറിന്റെ ചില ചേഞ്ചസ് ഉണ്ട്. ഒന്ന് കാണുമ്പോൾ നമുക്ക് നമ്മുടെ അണ്ടം കക്ക കൊണ്ടക്കാരി അന്യൻ സിനിമയിലെ ആ ഒരു പാട്ട് സീനിന്റെ കുറച്ച് സംഭവം, അടുത്തൊരു ചെറിയൊരു ഇത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പഴശ്ശിരാജ സിനിമയിൽ മമ്മൂട്ടിയുടെ ആ ഒരു മേക്ക് ഓവർ എങ്ങനെയാണ് അതേപോലത്തെ ഒരു ഗെറ്റപ്പിലൊക്കെയാണ് വരുന്നത്. പക്ഷെ എവിടെയൊക്കെയോ പുള്ളി മമ്മൂട്ടിയാവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. കാര്യം മമ്മൂക്കയാവാൻ പറ്റൂ. അങ്ങനെ തെളിയിച്ചൊരു വ്യക്തിയാണല്ലോ നമ്മുടെ മമ്മൂക്ക. അതുകൊണ്ട് തന്നെ എന്തായാലും മമ്മൂട്ടിയുടെ ശേഷാറിന് മമ്മൂക്കയാവാൻ പറ്റില്ല എന്ന് ഈ ഒരു സിനിമ കൊണ്ട് തെളിയിച്ചു. ഒരുപാട് നായികമാര് വരുന്നുണ്ട്. ഹന്ന റെജി കോഷി, സ്വാസിക, അതേപോലെ കുറച്ച് ഇപ്പൊ ബാബു ആന്റണി ഉണ്ട്, റിയാസ് ഖാൻ ഉണ്ട്, രഞ്ജി പണിക്കർ ഉണ്ട്, അജു വർഗീസ് ഉണ്ട്. ഒരുപാട് പേരും അതേപോലെ ഒരുപാട് ആൾക്കാരും ഈ ഒരു ചിത്രത്തിൽ എന്തായാലും അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ഈ ഒരു ചിത്രത്തിന് കിട്ടിയത്. പക്ഷേ കഥ എന്തായാലും ഈ ഒരു പടത്തെ തകർത്തും, അതേ എനിക്ക് പറയാൻ പറ്റും. എന്തായാലും